നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും ഒരുപാട് വിവാദങ്ങളും ഒക്കെ തന്നെ പലപ്പോഴായി ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പലരും മനസ്സിലാക്കുന്നു, അദ്ദേഹം വെറുതെ വിദേശയാത്ര നടത്തുന്ന വ്യക്തിയല്ല. ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം, ആ സ്നേഹബന്ധം, സൗഹൃദ ബന്ധം ഒക്കെ തന്നെ പലപ്പോഴും പണ്ടത്തേതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രിമാരുടെ കാലത്തൊക്കെ തന്നെ അത് വളരെ വിരളമായിരുന്നു, ലളിതമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യക്ക് വേണ്ടി വാദിക്കാൻ, ഇന്ത്യക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ നിരനിരയായി മത്സരിച്ച് നിലകൊള്ളുന്നു എന്ന സ്ഥിതിയിലേക്ക് കാര്യം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ പെഹൽഗാം ആക്രമണവും അതിന്റെ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ, വളരെ കുറച്ച് രാജ്യങ്ങൾ ഒഴികെ ബാക്കി ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് കൊടുക്കുന്ന പിന്തുണ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് വിദേശ രാജ്യങ്ങളിലെ ആളുകളുടെ അഭിപ്രായം, സാധാരണക്കാരായ ആളുകളുടെയും അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എഴുത്താണ് ഇത്. അതായത് ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ നരേന്ദ്രമോദിയെ കുറിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റിൽ എഴുതി. എന്താണ് അവർ എഴുതിയത് എന്ന് നോക്കാം നമുക്ക്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജർമ്മനിയിൽ വരുമ്പോൾ ബന്ധുക്കളായ 40 പേരെ കൂടെ കൊണ്ടുവരുമായിരുന്നു. അതായത് വലിയൊരു പട തന്നെയായിരുന്നു അങ്ങോട്ട് ചെന്നിരുന്നത്. 40-ലധികം ബന്ധുക്കൾ, പ്രധാനമന്ത്രിയുടെ ബന്ധുക്കൾ, അതായത് ഒഫീഷ്യൽസ് അല്ലാതെ ബന്ധുക്കൾ ഒപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് അവർ എഴുതുന്നത്. അവരുടെ താമസത്തിനായി ആകെ 5 ഹോട്ടലുകൾ, എല്ലാം 5 സ്റ്റാർ, അത് ബുക്ക് ചെയ്തു. എല്ലാ ബന്ധുക്കളും എല്ലാ ദിവസവും വില കൂടിയ മാളുകളിൽ സാധനങ്ങൾ വാങ്ങുകയും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പർച്ചേസ് നടത്തുകയും ചെയ്തു. മുഴുവൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിലാണ് ബില്ലുകളൊക്കെ ഈടാക്കിയത്. അതായത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ നികുതി പണം കൊണ്ടാണ് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ബന്ധുക്കൾ സാധനങ്ങളൊക്കെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ജർമ്മനിയിൽ പോയി വാങ്ങിയിരുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. മൻമോഹൻ സിംഗിന്റെ പര്യടനത്തിൽ ഉടനീളം ഇതായിരുന്നു ദൈനംദിന കഥ. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ ഇന്ത്യൻ സ്റ്റാഫ്, സേവകരും, അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ബന്ധുക്കളുടെ പാദസേവ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. മൻമോഹൻ സിംഗ് ഒരിക്കൽ പോലും എംബസിയിൽ വരികയോ ഈ ഉദ്യോഗസ്ഥരെ കാണുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി ആയിട്ട് മോദിജി ജർമ്മനിയിൽ 2 തവണ വന്നപ്പോൾ മുഴുവൻ ജീവനക്കാരും വീണ്ടും അതേ ഷോയാണ് പ്രതീക്ഷിച്ചത്. ബന്ധുക്കളുടെ സൈന്യം പക്ഷേ കൂടെയില്ല. സുരക്ഷയുടെ കാരണങ്ങളാൽ ഒരു ഹോട്ടലിന്റെ ഒരു നില മാത്രം പൂർണ്ണമായി ബുക്ക് ചെയ്തു. മാളുകളിൽ ഷോപ്പിംഗ് ഇല്ല. അദ്ദേഹം മുഴുവൻ സമയം ജോലിയുടെ തിരക്കിലായിരുന്നു. എംബസി ജീവനക്കാരെ പാദസേവ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. പകരം ജീവനക്കാർ അവരുടെ ഓഫീസിലെ ദൈനംദിന ജോലികൾ തുടർന്നു. സത്യത്തിൽ ഞങ്ങൾ എല്ലാ ഡേറ്റയും ശേഖരിച്ച് ഫയൽ ഹോൾഡറിൽ ഇടുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾക്ക് 3 ദിവസത്തേക്ക് വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. അതായത് ജോലി ചെയ്യുകയായിരുന്നു അവർ. തന്റെ തിരക്കുകൾക്കിടയിലും മോദിജി കുറച്ചു സമയമെടുത്ത് എംബസിയിലെത്തി. സന്ദർശനം വിജയിപ്പിച്ചതിന് എല്ലാവർക്കും അനുമോദനം നൽകി, അഭിനന്ദിച്ചു. എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ഒരു ചായയും കഴിച്ചു. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സത്യസന്ധനായ ഒരു പ്രധാനമന്ത്രിയെ ലഭിച്ചു. അദ്ദേഹത്തെ ബഹുമാനിക്കുക തീർച്ചയായിട്ടും ഇന്ത്യൻ സമൂഹം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓരോ തവണയും അദ്ദേഹത്തെ തരം താഴ്ത്താൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തെ തോൽപ്പിച്ച് അവരെ പാഠം പഠിപ്പിക്കുക, രാജ്യത്തെ രക്ഷിക്കുക, ഭരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥരുമായി മോദി നിൽക്കുന്ന ഒരു ചിത്രവും ഈ ഒരു പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് പറഞ്ഞു വരുമ്പോൾ വളരെ ലളിതമായ ഒരു കാര്യം, അല്ലെങ്കിൽ വളരെ ചെറിയൊരു കാര്യമായിട്ട് ചിലപ്പോൾ പ്രേക്ഷകർക്ക് തോന്നാം. പക്ഷേ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത് ഒഫീഷ്യൽ സന്ദർശനത്തിനായി, ഔദ്യോഗിക സന്ദർശനത്തിനായി ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചും മാന്യതയെക്കുറിച്ചും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥരെ കണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോധവാനായിരിക്കുന്നു. ഇതിനു മുൻപുണ്ടായിരുന്ന പ്രധാനമന്ത്രി അത്ര ബോധവാനല്ലായിരുന്നു. അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രിയായിരുന്നു. സോണിയ മദാമ്മയുടെ ആട്ടും തുപ്പും കേട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. ബന്ധുക്കളെയൊക്കെ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ബന്ധുക്കളെയൊക്കെ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ, പട്ടിണിക്കാരന്റെ ചെലവിൽ അവിടെ കൊണ്ടുപോയി തീറ്റിപ്പോറ്റുന്ന ജോലിയായിരുന്നു മുൻ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ബന്ധുക്കളുടെ ആ ഒരു അംഗബലമൊന്നുമില്ല, ആരുമില്ല. ഒഫീഷ്യൽസ് മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെയുള്ളൂ. ഔദ്യോഗികമായുള്ള ആളുകളല്ലാത്തവർ ആരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ ഉണ്ടാകാറില്ല. എംബസിയിലെ ഉദ്യോഗസ്ഥരെ ഇട്ട് ചാടിക്കാറില്ല. അവരെ കൊണ്ട് പാദസേവ ചെയ്യിപ്പിക്കാറില്ല. അവർ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നു. അവരെ അവരുടെ ജോലിയിൽ വ്യാപൃതരായിരിക്കാൻ അനുവദിക്കുന്നു. എംബസിയിൽ എത്തുന്നു, അവരെ കാണുന്നു, സംസാരിക്കുന്നു, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു പോരുന്നു. ഇത് ഒരു മാതൃക പ്രധാനമന്ത്രിയാണ് എന്ന്
ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് എംബസി ഉദ്യോഗസ്ഥ ഈ വിവരങ്ങൾ ഒക്കെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഇത് കുറച്ച് നാൾ മുൻപ് വന്ന ഒരു പോസ്റ്റാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ചെയ്യേണ്ടത്, ഉത്തരവാദിത്വമുള്ള ഭരണാധികാരി ചെയ്യേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു അനുഭവങ്ങൾ വെളിപ്പെടുത്തുക കൂടിയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അർത്ഥമാക്കുന്നത്.